ഇന്ന് എനിക്ക് ഭയങ്കര കുറച്ചൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലുള്ളത്. പിന്നെ ഇന്ന് നീനൂട്ടി തിരിച്ചു പോവുകയാണ്. ഒറ്റ ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾ പോയാലും ഈ ആഴ്ച തന്നെ വരും കേട്ടോ. വെക്കേഷൻ ഉണ്ട്, എന്തായാലും ഓണത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം ലീവ് കിട്ടുമായിരിക്കും. ഓണത്തിന് കുറേ കുട്ടികൾക്ക് ലീവ് കൊടുക്കണം. അപ്പോൾ അവരൊക്കെ പോകുമ്പം ഓള് അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്ക് അവർക്കൊക്കെ പോകുന്നതിന് മുന്നേ ഉള്ള ഒറ്റ ദിവസത്തിന് വന്നിട്ട് തിരിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓലൊക്കെ വന്നിട്ട് പിന്നെ 2 ദിവസത്തെ ലീവ് കിട്ടും. അപ്പോൾ ഒരു 27-28 ആകുമ്പോഴേക്കും വേറെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ പാലപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിനിയാന്ന് മാവ് അരച്ചിട്ട് ഇന്നലെ രാവിലെ ഇത് തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കി മാവുള്ളത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്നലെ നമുക്ക് വേറെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറും സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ സിനിമക്കൊക്കെ പോയതുകൊണ്ട് തന്നെ പുറത്തുനിന്നായിരുന്നു ഫുഡും രാത്രിക്കത്തെ ഫുഡൊക്കെ. അതുകൊണ്ട് പിന്നെ ഈ മാവ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ അധികവും നമ്മൾ രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും വൈകുന്നേരം മക്കൾക്കൊക്കെ കഴിക്കുക. അപ്പോൾ ബാക്കി ഇല്ല അധിക ദിവസവും. പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ അതും കഴിച്ചതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അപ്പം അങ്ങനെ ചുടുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ സ്റ്റൂ ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, അതേപോലെ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതവിടെ നീനുട്ടി ബാഗൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണേ. കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പുതിയൊരു ബാഗ് മീഷോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മീഷോന്ന് ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഷോർട്സിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഇത് പഴയ ബാഗിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതിലേക്ക് മാറ്റി വെക്കാനിട്ട് ഒരുപാട് അറകളുള്ളതുകൊണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ബാഗ്. അപ്പോൾ ഒക്കെ ഒരു ഇതായി അതിലേക്ക് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും എണീറ്റ് വന്നത് കേട്ടോ. ട്യൂഷൻ ഉണ്ട്. അവൾ കുറച്ച് നേരം അങ്ങനെ ഉറങ്ങി പോവാൻ സമയം സ്കൂൾക്ക് കണ്ടിട്ട് നല്ല ട്യൂഷന് പോകാൻ സമയമുള്ളൂ എണീറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നീനിട്ട് ഒരു തകൃതി പണിയിലാണ്. പിന്നെ ഞാൻ വേഗം ഓരോരോ പണികൾ തീർക്കുകയാണ്. അപ്പം ഉണ്ട് പിന്നെ ഇന്നലത്തെ ഗീ റൈസ് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തന്നെ ചൂടാക്കാൻ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് അതിനെ അടച്ച് വെച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മൂന്ന് കൊണ്ടുപോകും ചെയ്യുക. ബാക്കിയുള്ളത് വേണമെങ്കിൽ നീനൂട്ടിക്കും കഴിക്കാമല്ലോ. നീനൂട്ടിക്ക് പിന്നെ നെയ്ച്ചോറ് എപ്പോൾ കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇന്ന നേരമൊന്നുമില്ല, ഗീ റൈസ് എപ്പോൾ കിട്ടിയാലും കഴിക്കും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചൂടാക്കുന്നുണ്ട്. അതങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ ചെറിയ തീയിൽ വേവിച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, നീനൂനും വേണ്ടി വരും, ഇതുമൂന്ന് കൊണ്ടുപോകാനും വേണ്ടി വരും. അപ്പോൾ ഇനി അവിടെ വെക്കേണ്ടതെന്ന് കരുതിയിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ സ്റ്റൂ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഓക്കെ ഇതുമൂന്ന് അതൊക്കെ ലഞ്ചിന് കൊണ്ടുപോകും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ എല്ലാം തകൃതിയായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ നീനും ഇന്നലെ ഇപ്രാവശ്യം വന്നിട്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയൊരു ചൂട് സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കുളിച്ചിട്ടില്ല, തല നനച്ചിട്ടില്ല കേട്ടോ, മേലെ വീണേ ഉള്ളൂ. അപ്പോൾ ഇന്നലെയും ജസ്റ്റ് ഒന്ന് മേലെ കീട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ളൂ കുളിക്കട്ടെ, എണ്ണ തേക്കട്ടെ എന്ന് ചോദിച്ചു പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, കാരണം ഇന്നലെ രാത്രി വരെ ഒക്കെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വെറുതെ പനിച്ച് അധികമായി ഓരോ ഇടങ്ങേറുണ്ടാക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ മേലെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങാണ് കേട്ടോ. ആ സമയമാകുമ്പോൾ ഞാൻ ഇതുമൂന്നുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് ബാക്കിൽ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. നീനൂട്ടിയുടെ കാപ്പിപ്പൊടിയൊക്കെ തേച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതും ഉമ്മൊക്കെ തന്ന് ഓളിതാ പുറപ്പെടുന്നുണ്ട് കേട്ടോ. വെക്കേഷനായിട്ടും ട്യൂഷൻ 2 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ട്യൂഷനിൽ പോകൽ തുടങ്ങിയപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഓളെ പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ നബിദിനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും ഒഴിവുണ്ടാവുമല്ലോ. അങ്ങനെ നീനൂട്ടി മേലെ എഴുതാനും പോയി. ഞാൻ അതാ ഓളെ ഇന്ന് രാവിലെ എണീറ്റിട്ടാണ് ഇതൊക്കെ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കടന്നു. ഇതൊക്കെ ഇന്നലെ പോയപ്പോൾ അങ്ങനെ വാങ്ങിയ തേൻമുട്ടായൊക്കെയാണേ. അപ്പോൾ ഇനി രാവിലെ നീച്ചൊക്കെ ഞാൻ പിന്നെ സ്ഥിരം ഇടാൻ അങ്ങോട്ട് കയറിപ്പോയിക്കുന്നു. ഒന്നാമത് കറണ്ടെങ്ങാനും പോയാലോ വിചാരിച്ചിട്ട് ഒക്കെ തേച്ച് ഇവിടെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ബാഗിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളും രാത്രി ഇടാനുള്ളതും തോർത്തുമുണ്ടും അങ്ങനെ ഓരോന്ന് ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും ഒന്ന് അങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് മറക്കുമായിരുന്നു, എപ്പോഴും മറക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ശീലമായി എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മളറിയാതെ ഇങ്ങോട്ടേക്ക് വെച്ചു. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്തപ്പോൾ പിന്നെ കുളിയൊക്കെ മേലുകളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ കുറച്ച് ഗീ റൈസ് എടുത്തിട്ടുണ്ട്, 2 അപ്പവും എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു,
അതും എടുത്തു. അങ്ങനെ എല്ലാം പാടെ മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓക്ക് വേഗം ഫുഡൊക്കെ കൊടുക്കേണ്ടത് കഴിഞ്ഞ് മാറ്റിയിട്ടും സെറ്റായിട്ട് 11:40 ബസ്സിനാണ് കേട്ടോ അവൾ പോവാറുള്ളത്. സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് അനുസരിച്ചാണ് പോവുക. ചില ദിവസം 12 മണിക്കായിരിക്കും ഡ്യൂട്ടി, ചില ദിവസം 2 മണിക്കായിരിക്കും ഡ്യൂട്ടി, ചില ദിവസം രാവിലെ 9 മണിക്കായിരിക്കും. അപ്പോൾ അധികം ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് നമുക്ക് സമാധാനം. അപ്പോൾ ഇതൊക്കെ മാറ്റിയാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ വാങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. സത്യം പറയുന്നത് ഓള് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. നീനുട്ടി നമുക്കതൊന്ന് കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ രാത്രി പിന്നെ ഓക്ക് കഴിക്കാൻ തോന്നിയതുമില്ല. അതവിടെ വെച്ചു, രാവിലെ കഴിക്കാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഒരു എല്ലാം റെഡിയായി പോകാൻ നേരം മാറ്റി നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് കട്ട് ചെയ്ത് കണ്ട് ഇതാ ഓക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ നീനൂട്ടിക്കും കൊടുത്തു കേട്ടോ. ഓക്ക് അത് കഴിച്ചപ്പോഴാണ് ഇതിന് ഒരു തരം വികാരമില്ലാത്തൊരു പഴമാണെന്ന് മനസ്സിലായത്. ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് പറ്റുമെന്നറിയില്ല. ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഓക്ക് ഓർമ്മയില്ല. ഓളാണ് നിങ്ങൾക്കത് കഴിച്ചു നോക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. പക്ഷെ കഴിച്ചിട്ട് പിന്നെ ഓള് പറയും ഇതെന്താണ് ഇതെന്ത് ഫ്രൂട്ടാണ്, ഒരു പുളിയില്ല ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഓള് എന്നാലും കഴിച്ചു. ഏതായാലും വാങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് പകുതി മുക്കാലോളം കഴിച്ചു. ബാക്കി ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഓക്ക് ആ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നീരൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് അത് കോരി കഴിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് അങ്ങനെ കഴിക്കുകയാണ്. സമയം കണ്ട് 11:15 ഇനി 11:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ ഞങ്ങളിങ്ങനെ അതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ 1-2 റീൽസൊക്കെ എടുത്തപ്പോൾ പിന്നെ ടൈം നല്ല ലേറ്റായി. പിന്നെ ഒരു ജഗപ്പൊക്കെ തിരക്കായിരുന്നു കേട്ടോ. അവന് വേഗം ഇറങ്ങി പോയി ഒരു ഉമ്മയൊക്കെ തന്നിട്ട് ഓളും പോയിട്ടോ. ആ പോകുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് ഞാനും ഈ ഒരു ചായൻ്റെ ഗ്ലാസ്സില്ലേ അത് മീഷോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ നല്ലതാണ് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് അവിടെ ഉണ്ട് കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ്സൊക്കെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. നമ്മളെന്തെങ്കിലും ബാഗോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാതെ ഗ്ലാസ്സൊന്നും ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഓൾ പോയേക്കാൻ ഇതൊന്നും കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലാസ്സൊക്കെ തന്നെയാണ്. ഗ്ലാസ് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചെറിയൊരു വലിപ്പക്കുറവ്, നമ്മൾ വിചാരിച്ചത്ര വലിപ്പമല്ല കേട്ടോ ഗ്ലാസ്. അപ്പോൾ ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തു. ഈ സമയമായപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയമായപ്പോൾ അത് റിട്ടേൺ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ അതവിടെ ഒരുപാട് പണികളുണ്ട്. പാത്രം കഴുകാനും കുറേ പണികളുണ്ട് കേട്ടോ. നീന് പോയപ്പോൾ മേശപ്പുറമൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓളാൻ പോയാൽ പിന്നെ ഞാൻ ക്ലീനാക്കാൻ നിൽക്കട്ടെ. അങ്ങനെ മൊത്തത്തിൽ ക്ലീനാക്കി ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ചെറിയൊരു സന്തോഷമുള്ള ദിവസമാണെന്ന്. അപ്പോൾ ഞാനെന്താ ഒരു കല്യാണത്തിന് പോകാൻ കേട്ടോ. കല്യാണത്തിന് പോകാമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ ഞാൻ നേരെ വൈകി റെഡി ആയപ്പോൾ നീനു പോയപ്പോൾ തന്നെ 11:15 അപ്പോൾ ഓൾ പോയ പിന്നെ പാത്രം കഴുകലും പരിപാടികളൊക്കെ തീർത്തപ്പോക്കിന് ഏകദേശം 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ വൈകിട്ട് ഞാൻ തിരക്കൂട്ടി ഇറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നാലും നമുക്ക് എങ്ങോട്ടാണ് ആരാ കല്യാണമാണ് എന്താണെന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുണ്ടാകുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അങ്ങനെ എനിക്ക് 3 ഫ്രണ്ട്സാണല്ലോ. ഞങ്ങൾ 4 ഒരു ആൾക്കാരാണ് കേട്ടോ. ഞങ്ങളൊരു 4 ആളുള്ളൊരു ഗ്രൂപ്പും സംഭവങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അന്നത്തെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 7ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ഒരു കൂട്ടാണ് ഞങ്ങൾ. ആ കൂട്ട് ഇപ്പോഴും ഈ ഒരു പ്രായത്തിലും ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ 4 ആൾക്കും 3 പെൺകുട്ടികളാണ് കേട്ടോ. 3 പെൺകുട്ടികൾ. അതിൽ ഒരാൾക്ക് പിന്നെ ഓള് 3 പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് ഒന്നും കൂടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ആൺകുട്ടിയാണ്. അപ്പോൾ അവൾ മാത്രമാണ് ചെറിയൊരു മാറ്റം. ബാക്കി ഞങ്ങൾ 4 ആൾ, ബാക്കി ഉള്ളതൊക്കെ 3 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരേപോലെ മക്കളും. അതിലിപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുന്നില്ലേ, കല്യാണത്തിന് പോണ ഓൾക്ക് 3 പെൺകുട്ടികളുള്ളത്. ഒന്ന് വലിയ മോള് എന്ന് പറയുന്നത് എൻ്റെ മോളുൻ്റെ ഒപ്പമുള്ളതാണ്. രണ്ടാമത്തെ മോള് എന്ന് പറയുന്നത് നീനുട്ടി ഒപ്പമാണ്, ഒരേ പ്രായമാണ്. നീനുട്ടീൻ്റെ ഒപ്പമുള്ള മോളെ കല്യാണമാണ് കേട്ടോ ഒപ്പം ഉള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഒരു 1/2 മണിക്കൂർ യാത്ര അപ്പോൾ തന്നെ എത്തി കേട്ടോ. അപ്പോൾ
ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതന്നെയാണ് ഓഡിറ്റോറിയം എന്നൊക്കെ എന്നുള്ളത് ഇങ്ങനെ നോക്കാനുണ്ട്. പിന്നെ ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ഇതാ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടെ ചെന്നേക്കനെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അതായത് പുതിയണ്ണിനെ കാണാനൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ താഴെയാണ് ഫുഡും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ ഇതാ പുതിയണ്ണ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഞങ്ങൾ 4 ആൾക്കാരും. അപ്പോൾ ഇതിൽ കാണുന്നതിൽ പുതിയണ്ണിൻ്റെ ഉമ്മല്ല കേട്ടോ, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ല. അപ്പോൾ അതിൽ കാണുന്ന ഒരാൾ ആ ഓറഞ്ച് ചുരിദാറിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു പർപ്പിൾ കളർ ചുരിദാറില്ലേ, അത് പിന്നെ ആ ലാസ്റ്റ് ഇരിക്കുന്ന പച്ച ചുരിദാറില്ലേ ഓലെ നാത്തൂന, അതായത് ഓലെ ബ്രദർ കെട്ടിക്കൊണ്ടതാണ് കേട്ടോ. അവരിപ്പോൾ ഞങ്ങളെ ടീംസ് കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 5 ആളായിട്ടുണ്ട് കേട്ടോ ആ ഗ്രൂപ്പ്, ഓളും കൂടി ഈ ഗ്രൂപ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതാ പുതിയണ്ണിൻ്റെ അമ്മ ഇപ്പം ഇന്നത്തെ കല്യാണത്തിലുള്ള എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റുള്ള പച്ചൻ്റെ അടുത്തിരിക്കുന്ന 2ാമത്തെ പച്ചൻ്റെ ചുരിദാർ ഇട്ടില്ലേ, അതാണ് ഇന്നത്തെ പുതിയണ്ണിൻ്റെ അമ്മ കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇന്നത്തെ പിന്നെ കല്യാണം ആയതുകൊണ്ട് ഓക്കും അല്ലാതെ ഞങ്ങളെടുത്ത് ഇരിക്കാനും നേരം ഉണ്ടായിരുന്നില്ല. ഓൾ ആകെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്തമാനം പറയുന്നു. ഒരു 2:30 2:45 ആയിട്ടുണ്ട് പുതിയാപ്പിള വന്നപ്പോൾ കേട്ടോ. പിന്നെ ഒരു ബഹളമായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ കൂടായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല അടിപൊളിയായിരുന്നേ. നിക്കാഹ് കഴിഞ്ഞിട്ട് 1 വർഷമായി കേട്ടോ. ഓൾ നേഴ്സിംഗ് പഠിക്കുന്നു പുതിയണ്ണ്. അപ്പം ഓളെ പഠിപ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു. അപ്പോൾ ഓളെ പഠിപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് കല്യാണം പിന്നെ ഉണ്ടായത്. 1 വർഷത്തിന് ശേഷം കേട്ടോ കല്യാണം ഉണ്ട്. അതുകൊണ്ട് ഒരു കാല പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, അങ്ങനത്തെ മടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാനും നല്ല രസത്തിന് കണ്ടിരിക്കാനും. വീഡിയോസ് എന്താ പറയുക, ഈ ക്യാമറാമാൻമാർ ഇങ്ങനെ പറയുന്ന പോലെയല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് നിൽക്കുമെന്ന് പറയും, ഇങ്ങോട്ട് നിൽക്കുമെന്ന് പറയും. അപ്പോൾ കുറേ നേരം എന്താ പറയുക ഒന്നും ചെയ്യാതെ പോകും. ഈ ഒരു സ്റ്റേജിമൊക്കെ ഉള്ള നടന്ന് പോക്കെന്ന് പറയുന്നത് കുറേ നേരം കൊണ്ടാട്ടോ, ഒരു അരമണിക്കൂർ കൊണ്ടാണ് നടന്ന് അവിടെ എത്തിയത്. കാരണം കുറച്ചിങ്ങോട്ട് നടക്കും, അപ്പോൾ ക്യാമറാമാൻ പറയും അവിടെ നിൽക്കുക അറിയും, പിന്നെയും നടക്കും. അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പുതിയണ്ണിൻ്റെ ഒപ്പമുള്ള കുട്ടികൾ ഇറങ്ങാനായി. അവരൊക്കെ ഗ്രീൻ കളർ കോഡ് ആയിരുന്നു കേട്ടോ. പിന്നെ പുതിയണ്ണ് ചുവപ്പ് ആയിരുന്നു. ഇതാണ്. അപ്പോൾ പുതിയണ്ണിൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് ഓളെ ഏട്ടത്തിയും ഒരു ഏട്ടത്തിയും അപ്പുറത്ത് നിൽക്കുന്നത് അനിയത്തിയാണ് കേട്ടോ. അങ്ങനെ ഓള് സെൻട്രലായിട്ടാണ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുൻഭാഗത്ത് നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ ബാക്കിൽ ഇവിടെ ഇരിക്കായതുകൊണ്ട് എനിക്കിത് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എന്താ പറയുക, മുൻഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഹൈറ്റൊക്കെ ഉള്ള കുട്ടിയാണ്. നീനുവിൻ്റെയൊക്കെ മാതിരി തന്നെയാണ് കേട്ടോ, മെലിഞ്ഞിട്ട് ഹൈറ്റൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ. നല്ല കണ്ടിരിക്കാൻ നല്ല രസം. പിന്നെ നല്ല മാപ്പിളപ്പാട്ടും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മോടി പിടിപ്പിച്ച് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം നല്ല പാട്ടിട്ടതുകൊണ്ട് ഉറക്കം സംസാരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വായ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ആ ഈ ഒരു കാഴ്ച അറിയുന്ന ഒരു രസം തന്നെയാണ് ഇല്ലേ. നല്ല ഭംഗി. നമുക്ക് കാരണം നമ്മളെ മക്കളെ പോലെ വിചാരിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളിങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന കാലം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ സംസാരങ്ങൾ തന്നെ മാറി കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് നമ്മളെ പറ്റി പറയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് കൂടുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളെ പറ്റി ഇനി പറയാണ്ടായിരുന്നു. ഇപ്പം അതൊന്നല്ല. ഇപ്പോൾ ഫുള്ള് പറയാനുള്ളത് പേരക്കുട്ടികളെ പറ്റി എന്താ പറയുക, വേറെ എന്തൊക്കെയോ ടോപ്പിക്കുകളെ പറ്റിയൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കണത് കേട്ടോ. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഞങ്ങളെല്ലാവരും വല്യമാരായില്ലേ, എല്ലാവരും ഗ്രാൻഡ് മദേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ സംസാര രീതിയൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതവിടെ ഒന്നായിട്ട് പൂത്തിരി കത്തിച്ചലും തകൃതിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കല്യാണം തന്നെ ആയിരുന്നു കേട്ടോ. സൗണ്ട് ആ നേരമൊക്കെ എൻ്റെ പേരും സൗണ്ടാണ്. പാട്ടങ്ങോട്ട് ഇട്ടിട്ടേ മൊത്തത്തിൽ ഇങ്ങോട്ട് സൗണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള കലാപരിപാടികൾ മാത്രം മതിയല്ലോ. വേറെ ഇപ്പോൾ നിൽക്കാൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരിക. അപ്പോൾ നിൽക്കാൻ്റെ ടൈമിൽ ഉള്ളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് എന്താ അറിയില്ല, എന്തോ പരിപാടി ഉണ്ടായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫ്രണ്ട്സ് ആരും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കല്യാണത്തിന് എന്തായാലും കൂടണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ ഓലൊക്കെ എന്നോട് നീനുട്ടീൻ്റെ കല്യാണം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവളും നീനുട്ടി ഒപ്പം ഉള്ളതല്ലേ. അപ്പോൾ നീനുൻ്റെ കല്യാണം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അത് ഞങ്ങൾ പിന്നെ അവസാനം സ്റ്റേജുമൊക്കെ അങ്ങോട്ട് കയറാഞ്ഞിട്ട് ഇനി പോവാ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോവാ. അപ്പോൾ ഇത്രയും നേരം നിന്നത് തന്നെ എനിക്ക് വലിയ ഉപകാരമായിട്ടോ. മൂപ്പരിനെ കൊണ്ടുപോയി അത്രയും നേരം ഇരുത്തിയതാ. ഞാനാണെങ്കിൽ പുതിയാപ്പിള വരട്ടെന്നൊക്കെ പറഞ്ഞ് കാത്തിങ്ങനെ നിൽപ്പിച്ചേട്ടോ. എനിക്ക് അത്രയും നേരം എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്ത് നിന്ന് തന്നു കേട്ടോ. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് അതിൻ്റെ ഓലൊക്കെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കിട്ടുന്ന സ്ഥലത്ത് ഇതൊരു ഉള്ളോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഓട്ടോ കിട്ടാൻ പാടാം. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ കിട്ടുന്ന സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട്
ഇങ്ങോട്ട് പോന്നു കേട്ടോ. കാരണം മഞ്ചേരി എത്തണ്ടേ, അവർ അതുവരെ മഞ്ചേരിക്ക് ആ ഭാഗത്ത് അവിടെ വരെ എത്തിച്ചു കൊടുക്കാൻ ഒരു കഴിയില്ല. കാരണം ഇതും സ്കൂളിൽ വെച്ച് വരുന്ന സമയമാണ്. ഞങ്ങളെ വീട് കുട്ടി താക്കോലൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഓളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓട്ടോ കിട്ടുന്ന അല്ലെങ്കിൽ ബസ് കിട്ടുന്ന എവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ അരീക്കോട് എത്തിയിട്ട് അരീക്കോട് എത്തി ഇതുമ്മു. അപ്പോഴേക്കും ഇതുമ്മു എന്താ പറയുക ട്യൂഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയമായിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓള് ഓടി എത്തിയിട്ടോ. ഓളിന് ഞങ്ങൾ രണ്ടാളും മാത്രം പോയതിന് നോക്ക് ഭയങ്കര ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് നിങ്ങൾ രണ്ടാളും മാത്രം ഒരു പോക്ക്, എവിടേക്ക് ഞങ്ങൾ ഇന്നെ കൊണ്ടുപോകാതെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോരുന്ന വയ്ക്കുന്നത് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് ഇനി ചായ ഉണ്ടാക്കണ്ടല്ലോ എന്നും പറഞ്ഞ് പോരുന്ന വഴിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് വന്ന് നല്ല ഒരു സീനറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഇങ്ങനെയാണല്ലോ ട്രെൻഡ്, നല്ല ഇരിക്കാനുള്ള വ്യൂ ഉള്ള സംഭവങ്ങളും കസാലകൾ, പണ്ടത്തെ നൊസ്റ്റാൾജി ആയിട്ടുള്ള മേശ, ഇരിക്കാനുള്ള സ്റ്റൂളും ഒക്കെ വേറൊരു തരം സംഭവങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പം ഈ 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണ് ഫസ്റ്റ് കസ്റ്റമർ ഇവിടുത്തെ. കാരണം ഇവിടെ വൈകുന്നേരം തുറക്കുന്ന കടയാണ്. അപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ, തുറക്കുന്ന ടൈമിൽ ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾ അപ്പം ഒരു സത്യം പറഞ്ഞ ഒരു ചായ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റത്തെ ആൾക്കാരായതുകൊണ്ട് പിന്നെ ഞങ്ങൾ എഴുതി എന്നാൽ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കഴിക്കാമെന്ന് അങ്ങനെ മോമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 5 മോമോസ് ആയിട്ട് ഒന്നിലുള്ളത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഒരു ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് നല്ലൊരു ചായയും കുടിച്ചു. ചായ നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല അടിപൊളി ചായ ആയിരുന്നു. എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ ഒരു ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയും സ്ട്രോങ് ചായ എന്നുള്ളത് പറയുന്നത് കൊണ്ട് നല്ല കണ്ടോ പൊടിച്ചായൻ്റെ അടിയിൽ ചായപ്പൊടി ഇങ്ങനെ 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 കെട്ടി നിൽക്കുന്ന നല്ല അടിപൊളി ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കുടിക്കുമ്പോഴാണ് നമുക്ക് ഈ യാത്ര ചെയ്തതിന് എനിക്കിപ്പം പുറത്തേക്കൊന്ന് പോയി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഒരു ചായ കിട്ടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ കയറിയാൽ എന്താ വെച്ചാൽ ഇനി നമുക്ക് അടുപ്പ് ഉറങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം അതോടെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് അപ്പം തന്നെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ വീട്ടിൽ പോകുന്ന ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട്, ആ ഒരു ഭാഗത്തുള്ള ഒരു കടയിലാണ് കയറിയത് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ വീണ്ടും തിരിച്ചെത്തി. ഇനി അവിടെ എത്തുക, നമ്മുടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.